ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊന്ന് കണ്ടാലോ അല്ലേ? അപ്പോൾ അതാ ഞാൻ അരിയൊക്കെ കഴുകിയിട്ട് അടുപ്പത്തൊക്കെ ഇടാൻ കേട്ടോ. കുടിവെള്ളം ഞാൻ മുക്കിയിട്ടില്ല കേട്ടോ. അത് നമ്മൾ വിറ്റത്ത് ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ പോവുകയാണല്ലോ. അപ്പം ഇങ്ങനെ ഈ പുക ഒരു കുടിവെള്ളം ഇന്നലെ മുക്കിയപ്പോൾ പുക ഒരു മണം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് കുടിവെള്ളമൊക്കെ ഞാൻ കെറ്റലിനെ തിളപ്പിച്ചിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ അടുപ്പിൻ്റെ അവിടെ അങ്ങനെ ഇരിക്കുകയല്ലോ, ചോറും ഒക്കെ വയ്ക്കുക നമ്മൾക്ക് സൂപ്പറായിട്ടിട്ടാ. ചോറും കറികളൊക്കെ പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ നമ്മൾ ഇരുന്ന് റെഡിയാക്കണം. പുക വന്നിട്ടുണ്ടെങ്കിൽ ഒരു മണമാണല്ലോ. അപ്പം അങ്ങനെ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ട് ഞാൻ മുറ്റൊക്കെ നടിച്ചിടുക കേട്ടാ. ഇല കൊഴിഞ്ഞിട്ട് ഒരു ശരണവും ഇല്ല കേട്ടാ. പ്ലാവിൻ്റെ എല്ലാം മുൻവശത്ത് ഫുള്ളും പ്ലാവിൻ്റെ ഇല കേട്ടാ. അപ്പോൾ ഇന്ന് മൊത്തത്തിലൊരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഒന്നിനും. അപ്പം ഇന്ന് പ്ലാനിങ് ഇല്ലാതെയാണ് ഇന്ന് ജോലികളൊക്കെ ചെയ്ത് തുടങ്ങിയത് തന്നെ. പക്ഷേ പ്ലാനിങ് ഇല്ലെങ്കിലും അത് നമ്മൾ ഒരു ഇതിലിങ്ങനെ പണിയാണ് തുടങ്ങിയപ്പോൾ പിന്നെ ജോലിയൊക്കെ വേഗം തീർക്കാൻ പറ്റിയിട്ടാ. അപ്പോൾ വയ്യാച്ചിട്ടൊന്നും അങ്ങോട്ട് ഇരുന്നില്ല. ശരീരമൊക്കെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ശബ്ദമൊക്കെ ഒന്ന് ഉഷാറായി വരുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ വീഡിയോ ഇങ്ങനെ ഇത് തന്നെയാണ് കേട്ടോ, ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ടാരോ പറഞ്ഞ പോലെ ഇപ്പോൾ ഇത് ഒരു പാഷനായി. എന്താ വെച്ചാൽ ആ സമയമാകുമ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടില്ല വെച്ചാൽ ഭയങ്കര ഒരു സമാധാനക്കേടാ കേട്ടോ. അങ്ങനെ ഇടുകയാണ്. അല്ലാതെ നമ്മൾ എന്നും ഈ 1ാം ക്ലാസ്സിൽ തന്നെയാട്ടാ. ഏതെങ്കിലും കാലത്ത് രക്ഷപ്പെടുകയായിരിക്കും. അപ്പോഴേക്കും നമ്മളുണ്ടാന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് പുട്ടാണ് കേട്ടോ, ചായക്ക് പുട്ടും മുതിരിയാണ്. അപ്പോൾ മുതിരയൊക്കെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. കാരണം ഇപ്പോൾ മുന്നത്തെ പോലെയൊന്നല്ല, മുതിരയിൽ കല്ലൊന്നും ഇല്ല കേട്ടോ. മറ്റേത് പറഞ്ഞാൽ മുതിര അങ്ങോട്ട് തലേദിവസം ഒരിക്കലും തലേദിവസം നാളേക്ക് ഉണ്ടെങ്കിൽ കല്ല് വറുക്കാതിരിക്കും. ഇല്ലാച്ചെങ്കിൽ അരിച്ചാലിങ്ങനെ ഒരു 50 ഗ്രാമോളം കല്ലുണ്ടാവും കേട്ടോ. അത് ഒരുപാട് തവണ അരിക്കേണ്ടി വരും. പക്ഷേ ഇപ്പം മുതിരയിലൊന്നും അങ്ങനെ കല്ലും ഒന്നുമില്ല കേട്ടോ. നല്ല ഫ്രഷായിട്ടുള്ള മുതിര തന്നെയാണ് കിട്ടണമൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ച് ഒക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പുട്ടേക്കും കറിയിലേക്കൊക്കെ ഉള്ള തേങ്ങ വേണമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് അതൊക്കെ ഒന്ന് ചിരകി എടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് നോക്കുമ്പോൾ അത് ഉടയ്ക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നി അത് പേടാണെന്ന് കേട്ടോ. അപ്പോൾ ഞാനത് വിറ്റത്തേക്ക് ഇട്ട് കൊടുത്ത് കോഴിയൊക്കെ തിന്നോട്ടെ വെച്ചിട്ടാ. അപ്പോൾ തിന്നാൻ വേണ്ടിയിട്ടൊരു കാക്കാച്ചി വന്നതാണ് കേട്ടോ. കൊത്തിയിട്ട് പോകുന്നുണ്ട്. പിന്നെ രാവിലെ മുൻവശത്തായാലും പുറകുവശത്തായാലൊക്കെ നിറയെ കാക്കകളുണ്ടാവും കേട്ടോ. എന്താ വെച്ചാൽ മുൻവശത്തെ മതിലിൽ ഞാൻ തിന്നാൻ കൊടുക്കുമല്ലോ. പിന്നെ പുറകുവശത്ത് പൂച്ചാൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് കാണാനൊക്കെ പിന്നെയും കൊത്തിയിട്ടും ഒക്കെ പോകും കേട്ടോ. വടക്കോർത്തും വന്നു തിന്നിട്ട്. അപ്പം എപ്പോഴും കാക്കകളുണ്ടാവും. പിന്നെ കോഴികളെ ഞാനൊരു 9 മണിയൊക്കെ ആവാറാകുമ്പോഴാട്ടോ 8:45 ആയിട്ട് വിടുള്ളൂ. അങ്ങനെ ഞാൻ കറിയും പിന്നെ എനിക്ക് തോന്നി ഒരു ടീഞ്ചൊക്കെ പൊട്ടിച്ചിട്ട് ഉപ്പേരി വെച്ചാലോ എന്നിട്ടാ. അപ്പോൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ പ്ലാവുമ്മ തടിയുമ്മ നിറയെ ചക്ക ഉണ്ടായിരിക്കുകയാണ് കേട്ടോ. ഉപ്പേരി എലിശ്ശേരി സൂപ്പറാണ് കേട്ടോ. ഈ ചക്ക പഴുത്ത വലിയൊരു ഇല്ല കേട്ടോ. എന്നാലും ചക്കയാണല്ലോ, ഒരു മധുരത്തിലിങ്ങനെ തിന്നാമെന്ന് മാത്രം കേട്ടോ. ഒരു ചോള കാനൊന്നും ഇല്ലാണ്ട് ഉപ്പേരിയും എലിശ്ശേരിയും വെച്ച സൂപ്പറാട്ടോ. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇടിഞ്ചക്കൊക്കെ വേണമെങ്കിൽ വന്നാൽ ഞാൻ തരണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിന്തേച്ചിയുടെ വെറുകേരേമിലേക്ക് ഒരു കൊമ്പ് അതാ പോയിരിക്കണ്. അതുമ്പോൾ ഫുള്ളും ചക്ക ഉണ്ടായിട്ട് അവിടെ നിന്ന് പഴുത്ത് വാടിയിട്ട് വിന്തേച്ചിയുടെ വെറുകേരേമിലേക്ക് പെടോന്നിങ്ങനെ വീണിട്ട് അക്ക ഞെളിങ്ങിട്ടാ. അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു ആ വിന്തേച്ചിയുടെ വെറുകേരേമിക്കുള്ള ആ കൊമ്പ് വെട്ടണം കേട്ടാ. വെറുതെ അവരെ ഇതുമേലേക്ക് വീഴുകയാണ്, അല്ലെങ്കിൽ ആ പ്ലാവെന്നെ മുറിച്ചിടണമെന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ ഈ മനുഷ്യരല്ല കേട്ടാ, ഒരു ചില സമയങ്ങളിൽ ഈ മരങ്ങളായാൽ പോലും അവർക്കും കേൾവി ശക്തിയൊക്കെ ഉണ്ട് എനിക്ക് തോന്നുക കേട്ടാ. പ്രാവശ്യം തടിയുമാണ്ട് കായ്ച്ചർക്ക് അടി തൊട്ട് ചക്ക. അപ്പോൾ അതിനൊന്ന് ഞാൻ സെലക്ട് ചെയ്യാം കേട്ടാ. ഏറ്റവും താഴെയുള്ളതിനൊന്ന് ഞാൻ കൊത്തിയെടുത്ത്. അപ്പോൾ ആ വിന്തേച്ചിലെ വെറുകേരുടെ അവിടേക്ക് പോണ ആ കൊമ്പിന്മേ ഒരു ചവണി പോലും ഇപ്രാവശ്യം കായ്ച്ചില്ല കേട്ടാ. ഒരു കണക്കിന് നന്നായി എന്ന് വിചാരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ആകുമ്പോൾ ചക്ക ഉണ്ടായതിന് കണക്കില്ല കേട്ടാ. നമുക്കിട്ട് കിട്ടൂല, മറ്റുള്ളവർക്ക് ഉപദ്രവത്തിന് ആയിട്ട്. അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ വിന്തേച്ചിക്ക് കൊടുത്തിട്ടാ. വിന്തേച്ചിക്ക് വേണം വെച്ചപ്പോൾ വിന്തേച്ചി ആന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം
അപ്പോൾ കൊത്തി അരിയാനൊന്നും നിന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഉപ്പേരിക്ക് ആയിട്ട് ഏട്ടനും പോവാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് വേഗം ആ പകുതി കഷ്ണം എടുത്തിട്ട് ഇതുപോലെ മടാളായിട്ടാണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ്. അപ്പോൾ എളുപ്പത്തിൽ ഉള്ള ഒരു ഇടിഞ്ചക്കത്തോരനാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കണത്. അപ്പം ഞാനിങ്ങോട്ട് വീട്ടിൽ വോയിസ് കൊടുക്കാൻ വയ്യട്ടാ, അങ്ങോട്ട് ഒഴിഞ്ഞ പറമ്പിക്കേണ്ടി വന്നതാട്ടാ സെൽമയുടെ അവിടേക്ക്. അപ്പോൾ കോഴികളുണ്ട് ഇഷ്ടം പോലെ കേട്ടാ വോയിസിന് താളം പിടിക്കാനൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ഇതൊക്കെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പോഴേക്ക് നമ്മളെ പുട്ടൊക്കെ നിറച്ചത് അതൊക്കെ വെന്തപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കുത്തി കൊടുക്കുകയാണ്. പിന്നെ നമ്മളെ മുതിരയൊക്കെ വെന്ത് കിടക്കുന്നുണ്ട് കേട്ടാ, ഓഫാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇന്നലെ മോളും മരുവനൊക്കെ വന്നിട്ടുണ്ട്. നാളെ അപ്പം അവർ പോകും കേട്ടാ. അപ്പം ഇന്ന് രാത്രി ഒരു സിനിമയ്ക്ക് പോകുന്നുണ്ട്. എന്താണ് പൊന്മാന അങ്ങനെ എന്തായിട്ടൊരു സിനിമയ്ക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഇന്ന് രാത്രി. മോൻ ബുക്ക് ചെയ്തതാണ് ടിക്കറ്റൊക്കെ, സെക്കൻഡ് ഷോയ്ക്കാണ് കേട്ടാ. അപ്പം അങ്ങനെ അടുത്ത പുട്ടും ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇതേ കഷ്ണങ്ങൾ ഇതേപോലെ കേട്ടോ ഞാൻ മുറിച്ചെടുത്തുകൾ. അപ്പോൾ കുക്കറിൽ ഓരോരുത്തർ ഇതിനനുസരിച്ചിട്ടാണ്. ഞാൻ ഇപ്പോൾ 2 ഫിസിലടിച്ച്. അപ്പോൾ 2 ഫിസിലടിച്ചാൽ ആ ഫിസിൽ ഫുള്ളും കണ്ട് കളയുക. പക്ഷേ ഒരു ഫിസിലടിക്കുക വെച്ചെങ്കിൽ ആ ചൂടിൽ അങ്ങനെ അവിടെ വെച്ചാൽ മതി കേട്ടോ. അപ്പം ഞാനൊരു 2 ഫിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കടുകും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂത്തതിൻ്റെ ശേഷം നമ്മളെ മുതിര ഒന്ന് വറവിട്ടെടുക്കുക കേട്ടോ പുട്ടിക്കുള്ളേ. അപ്പോൾ അതൊന്ന് ആ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ആകുമ്പോൾ ഒരു നല്ലൊരു രുചിയാണ്. കുറച്ചൊരു തിക്കായിട്ട് കിട്ടും ചെയ്യും, കറി ഒരു കൊഴുപ്പായിട്ടുണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ അതൊന്ന് വറവിട്ടെടുത്തിട്ടാ നല്ല രുചിയാണ് കേട്ടോ. പുട്ടുമുതിരയും ആരെങ്കിലും ഇപ്പോഴും പുട്ടുമുതിരയൊന്നും കഴിക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട് കമൻറ്റിലൊക്കെ. അപ്പോൾ കഴിക്കാത്ത കൂട്ടുകാരുണ്ട് വെച്ചെങ്കിലൊക്കെ ഒന്ന് പുട്ടുമുതിരയൊക്കെ ഒന്ന് വല്ലപ്പോഴൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് കഴിച്ച് നോക്കിയിട്ട കൂട്ടുകാരെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ അയില ഉപ്പിട്ടെന്ന്, ഇതാണ് കേട്ടോ അയില ഉപ്പിട്ട് വെച്ചത്. അപ്പം മാങ്ങയുണ്ടല്ലോ, ഇന്ന് ഇതിൽ നിന്ന് 2 അയില എടുത്തിട്ട് പച്ച നാളികേരമൊക്കെ അരച്ചിട്ട് ഇന്ന് ഒരു അടിപൊളി ഉണക്കക്കറിയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ഈ തലര ഉള്ളിലത്തെ ചെകിളിയും കുടലൊക്കെ ഞാൻ വലിച്ചിട്ടുള്ളതാണ് കേട്ടോ, അല്ലെങ്കിൽ പുഴുവൊക്കെ വരും. അപ്പോൾ ഈ തല കറിയിലൊക്കെ ഇട്ടിട്ട് കറി വെച്ചാൽ ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ. പിന്നെ മാങ്ങ ഉണ്ടെങ്കിൽ പറയും വേണ്ടല്ലോ. അപ്പോഴേക്കും നമ്മളെ ചായയൊക്കെ തിളച്ചിട്ടാണ്. അപ്പോൾ അതിൽ പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഞാൻ അതൊന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ കറിയൊക്കെ ഒന്ന് ചേർത്ത് വയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ മീനൊക്കെ നന്നാക്കി ക്ലീനാക്കിയിട്ട് അതും മാങ്ങയും ഒരു തക്കാളിയും പച്ചമുളകും മഞ്ഞപ്പൊടിയും മുളകും പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ, കാരണം ഉണക്കമീനാണല്ലോ, നല്ല ഉപ്പിട്ട് വെച്ചതാണല്ലോ. അപ്പോൾ നോക്കിയിട്ട് ലാസ്റ്റ് പിന്നെ ഉണക്കലിലൊക്കെ ഉപ്പ് ചേർക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കലക്കി വെച്ച് ഇനി അതൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് വെന്തതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് നാളികേരം ചെറിയ ഉള്ളിയും കൂടി അരച്ചിട്ട് എടുത്തുകൊണ്ട് കേട്ടോ അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മീനും മാങ്ങയും ഒക്കെ വെന്ത് റെഡിയായപ്പോൾ ഞാൻ അതിലേക്ക് നാളികേരം കുഞ്ഞുള്ളിയും കൂടി അരച്ചിട്ട് ഉണക്കക്കറി വയ്ക്കുമ്പോൾ ഒരു 2 കുഞ്ഞുള്ളി ചേർത്താൽ ഒരു സ്വാദാണ് കേട്ടോ, ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പം ഇന്ന് അയിലക്കറിയും ഉണക്കലയിലയുടെ കറിയും ഇടിഞ്ചക്കത്തോരനായിരുന്നു കേട്ടോ. എന്തിനാ പിന്നെ കുറേ വിഭവങ്ങളൊക്കെ, അത് പോരളിയാ. അങ്ങനെ വെന്തപ്പോൾ പിന്നെ നമുക്ക് ചൂടാറിയിട്ട് ഇങ്ങനെ എടുക്കാനൊന്നുള്ള സമയമില്ല കേട്ടോ. അപ്പോൾ ഏട്ടന് പോകുമ്പോഴേക്ക് കൊടുത്തയക്കാൻ വേണ്ടേ. അപ്പം ഞാൻ ഒരു നാക്കല വെട്ടി കൊടുത്തിട്ട് അതിലേക്കാണ്ട് കൊട്ടി കൊടുത്തിട്ട് നമ്മളെ ഉരലിൻ്റെ ഒലക്കുണ്ടല്ലോ ആ ചതക്കണേ അതേറ്റൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വല്ലാണ്ട് ശക്തിയിലൊന്നും ഇതാവരുത് കേട്ടോ, അപ്പോൾ ചമ്മന്തി പോലെയാവും. ഒന്നിങ്ങനെ ഇതാക്കുക. എനിക്ക് തോന്നി ഒന്ന് ശകലം വേവേറിയ പോലെ കേട്ടോ. 2 ഫിസിലടിച്ച് ആ ഫിസിൽ ഫുള്ളുകൊണ്ട് കളഞ്ഞാൽ മതിയായിരുന്നു അപ്പം തന്നെ. എന്നാലും കുഴപ്പമില്ല കേട്ടോ, വേവാഞ്ഞാൽ വയറിനും കേടല്ലേ. പിന്നെ ഇടിഞ്ചക്കൊക്കെ തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടാലൊക്കെ നല്ല തിന്നു കേട്ടോ. പിന്നെ വയറിനും പറ്റില്ല, വയറും വേദനയാണ് ഇതൊക്കെ വയറ്റിക്ക് എന്നാൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ കണ്ടായിട്ട് തിന്നും ചെയ്യും. അപ്പോൾ ഞാൻ വല്ലാണ്ടൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. എന്തായാലും വെള്ളം വെച്ചിട്ട് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് ഇന്ന്. ഏട്ടനും ഒക്കെ നല്ല ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് കുഞ്ഞുള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഞാൻ കറി ഒന്ന് താളിച്ചെടുത്തു കേട്ടോ. അതേ പാനിൽ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് ശകലം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ തന്നെ കേട്ടോ നല്ല സ്വാദ്. കടുക് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 5-6 അല്ലി, ഇപ്പോൾ വെളുത്തുള്ളി വലിയ ചുളയാണല്ലോ, ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും, പിന്നെ എരിവിന് ഞാൻ പച്ചമുളകാട്ട ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകും ഞാൻ 2 പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഉള്ളിയും മുളകൊക്കെ കൂടി കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ എളുപ്പത്തിൽ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഈ ഇടിച്ചക്ക ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടാണ്. വലിയ മുളഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടാണ്. വീട്ടിൽ ബഹളമായപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാട്ടാ. പുറത്തായാലും വലിയ ബഹളാട്ടാ. ലൂയും നമ്മളെ ചിന്നും ടീമും ഒക്കെ ഭയങ്കര കുരണ്ട് കേട്ടാ. അങ്ങനെ ഒരു കളർ ചേഞ്ച് വേണമല്ലോ. അപ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് മൂപ്പിച്ചതിൻ്റെ ശേഷം നമ്മൾ ഇടിച്ച് വെച്ച ഇടിഞ്ചക്ക ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു മുറി നാളികേരം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു മുറി നാളികേരം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നാളികേരം ഇതിനൊരു പ്രത്യേക സ്വാദും കൊടുക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം അപ്പോൾ ചിലതിങ്ങനെ ഉടയാത്തതുണ്ട്, അത് ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ ഉടച്ച് കൊടുക്കണുണ്ട് കേട്ടോ. കൂടെ തന്നെ ഞാൻ നമ്മളെ ചിരകി വെച്ച നാളികേരം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉലർത്തി എടുക്കുക കേട്ടോ. സൂപ്പറാട്ടാ. എനിക്ക് ഈ ഇടിച്ചക്ക എന്ന് പറഞ്ഞാൽ ചോറിൽക്കതിനെക്കാട്ടി ഇഷ്ടം എനിക്ക് കഞ്ഞി കുടിക്കാനാട്ടാ. നല്ല മട്ട ചുവന്ന അരിയുടെ കഞ്ഞിയും ഈ ചക്കയും ചക്കപ്പേരും ഉണ്ടല്ലോ, എത്ര കുടിച്ചാലും നമുക്ക് മതിയാവില്ല കേട്ടോ, അത്രയും സ്വാദാണ്. പിന്നെ കുറച്ച് ഈ നാളികേരം ചിരകിയത് ഞാൻ അവിടെ വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ അതും കൂടി ഇട്ടിട്ടാ. ഇനിയിപ്പോൾ ആ ഒരു പാത്രം എനിക്ക് എടുത്തിട്ട് അവിടെ വെക്കണ്ടല്ലോ വെച്ചിട്ട്. അപ്പോൾ നല്ലൊരു സ്വാദുള്ള ഒരു ഇടിച്ചക്കത്താരം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ട് ചിങ്ങിയ നമുക്ക് വേഗം പൊട്ടിച്ചുണ്ടാക്കിയെടുക്കല്ലേ. അപ്പോൾ ഇല്ലാത്തവർക്ക് ഇത് ഭയങ്കര ഒരു ഇഷ്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ അടുത്തുള്ള കൂട്ടുകാരൊക്കെ വരിക വെച്ചെങ്കിൽ ഞാൻ ഇടിഞ്ചക്കൊക്കെ തരണ്ട കേട്ടോ. അപ്പോൾ നമ്മളെ കറിയൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയുമായി നമ്മളെ ഇടിച്ചക്ക തോരനുമായി. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇഷ്ടമായി വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കെ, ബായ്.